കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്നത് ആദർശ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് SID കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അനി നന്ദുവിനോട് തന്റെ പ്രണയമൊക്കെ തുറന്നു പറയാണ്. പിന്നീട് അവർ രണ്ടും തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് അവസാനം കണ്ടത് ആദർശോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് നയന അങ്ങ് പോവാണ്. നയന പോയി കഴിഞ്ഞപ്പോൾ ആദർശിന് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവള് തന്റെ ചേച്ചിനെ നോക്കാനായിട്ട്, ചേച്ചിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അപ്പൊ അതിനുമുമ്പ് താൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ചെന്ന് ചാടുന്ന വലിയ അപകടത്തിലേക്കായിരിക്കും. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാ. ഓഫീസിൽ ചെന്നിട്ട് ആദർശിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നിരിക്കുന്ന കഴിയുമ്പത്തിന് പവിത്ര ഒരു ഫയലൊക്കെ ആയിട്ട് വരുന്നേ. അപ്പൊ പവിത്ര സാർ ഇത് ഒന്ന് സൈൻ ചെയ്യാനായിട്ട് നോക്കാനായിട്ട് കൊണ്ടുവന്നാന്ന് പറയും. ഇവിടെ വെച്ചിട്ട് പോക്കോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പവിത്രനോട് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആദർശിന്റെ തല പെരുത്തിരിക്കുന്ന സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നവ്യയുടെ കാര്യത്തില്. സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചാലോ. അപ്പൊ ആദർശിന് പരിചയമുള്ള SIയുടെ നമ്പർ ഉണ്ടായിരുന്നു ഫോണിൽ. നേരെ SIനെ വിളിക്കുകയാണ്. SIനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ആദർശാണ്, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ, സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അല്ല ആദർശ, കാര്യം എന്താന്ന് പറ. അല്ല, എൻ്റെ അനിയൻ്റെ ഭാര്യനെ അറിയാം നവ്യ, അവരെ ഒരുത്തൻ വിളിച്ചിട്ട് കുറെ നാളായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടു, വീഡിയോസും മെസ്സേജായാലൊക്കെയുള്ള പതിവായിട്ടുണ്ട്. പക്ഷെ അവൻ കൂടെ പഠിച്ചാന്നാ പറയണേ. എനിക്ക് അവനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവന്റെ പേര് നിർമ്മൽ എന്നാണ്. സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയോ അവൻ എങ്ങനെയുള്ള ഉള്ളവനാന്ന്. അല്ല, അന്നൊരു കാര്യം ചെയ്യുക, ഒരു പരാതി അങ്ങോട്ട് എഴുതി തരാമെന്ന് ചോദിക്കണം. പരാതി വേണ്ട സാർ, പരാതി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയും, അത് പ്രശ്നമോ. ഇപ്പൊ സാറ് അൺഒഫീഷ്യലായിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി, അന്വേഷിച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നാൽ മതി എന്ന് പറയാം. ശരി, ഞാനൊന്ന് അന്വേഷിക്കാം, ഞാൻ അന്വേഷിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയാമെന്ന് പറയാം. പിന്നീടാണ് ആദർശന്റെ സമാധാനമായത്. ഈ സമയത്ത് നവ്യ വല്ലാത്ത ടെൻഷനിലിരിക്കുക. നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിർമ്മലിന്റെ കോള് വരുന്നേ. നിർമ്മലിന്റെ കോള് വിളിച്ചിട്ട്, ഓ ഡാർലിൻ, നീ സമാധാനത്തോടുകൂടി ഇരിക്കുമായിരിക്കും അല്ലേ. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു കഴിയുമ്പോൾ നിന്നോട് ഒന്ന് ഇറങ്ങി വരണമെന്ന്. എങ്ങനെയാ, നമ്മൾ രണ്ടും തമ്മിൽ കാണുമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോ നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നിന്നെ ഞാൻ കാണാനാ, ഫോൺ വെച്ചിട്ട് പോടാ, മേലാൽ എന്റെ ഫോണിലേക്ക് വിളിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ കാണിച്ചു തരുമെന്ന് പറയണേ. ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു, ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അന്ന് നിന്റെ വീട്ടുകാരെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഇനി വരാൻ പോകുന്ന നമ്മുടെ രണ്ടുപേരും കുറച്ച് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിരിക്കും. അതിന് നിന്റെ ഫോണിലേക്ക് അയച്ചു തരാം. നിന്റെ ഫോണിലേക്ക് മാത്രമല്ല, നിന്റെ വീട്ടുകാരുടെ എല്ലാവരുടെ ഫോണിലേക്ക് ഞാൻ അയച്ചു തരാമെന്ന് പറയാം. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ നിന്റെ അടിയന്തരം ഞാൻ നടത്തുമെന്ന് പറയാണ്. നിർമ്മല, എന്നാ നമുക്കൊന്ന് കണ്ടു തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ നിർമ്മല ഓർത്ത്, ഇവൾക്ക് എന്താ ഇത്രമാത്രം ഇത്? ഇവള് ഇത്രമാത്രം ദേഷ്യപ്പെടണമെങ്കിൽ ഇവൾക്ക് ആരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവള് എന്തേലും ചെയ്യുവോ? തനിക്കെതിരെ എങ്ങാനും ഈ പോലീസ് സ്റ്റേഷൻ വല്ല കംപ്ലൈന്റും കൊടുക്കുവോ? പിന്നീട് നവ്യ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ് നിർമ്മലെ വിളിച്ചിട്ട് പറഞ്ഞു, മേലാല് ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് ഞാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കൂടാ. ഇനി അവസാന കാലം നിന്റെ ജയിലിലായിരിക്കും നീ കഴിയാൻ പോണേ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. അവൾ വീണ്ടും വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അഭിസാറിനെ അറിയിച്ചാൽ വിവരങ്ങളൊക്കെ ഒരു പക്ഷേ സാറിന് തന്നെ സഹായിക്കാൻ പറ്റും. ഇവളിപ്പോൾ എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നവ്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് നയന അങ്ങോട്ട് വരുവാണ്. നയന വന്നപ്പോൾ നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. എന്താ നവ്യേച്ചി, എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അവൻ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നിർമ്മല്. എന്നിട്ടോ അവൻ വീണ്ടും വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. അവൻ വിളിക്കുന്നിടത്ത് ചെല്ലണമെന്നും പറഞ്ഞിട്ട്. അതാണ് ആ കാര്യം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഞാൻ ആദർശനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആദർശനോട് എന്നിട്ടോ കുഴപ്പമില്ലെന്ന്, ഒന്നും സംഭവിക്കില്ല. ഇനി നേരത്തെ പോലെ എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ആദർശാണെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നവും. അവസാനം വന്നു കഴിയുമ്പം ഞാൻ ചേച്ചിനെ സഹായിച്ചായിട്ട് വരും. അതൊരു കാരണവശാലും പാടില്ല. ഈ കുടുംബത്തിൽ ആരെങ്കിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ആദർശാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പം സത്യങ്ങളൊക്കെ മറച്ചു വെച്ചൊന്നും വരില്ലല്ലോ. ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. നമുക്ക് അവന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാന്നേ. എനിക്ക് നല്ല സംശയമുണ്ട് ഈ നിർമ്മലിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. നവ്യ നീ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ചേച്ചിയോട് അവൻ വല്ല പൈസ എന്തെങ്കിലും ചോദിച്ചോ? പൈസയൊന്നും ചോദിച്ചില്ല. അപ്പൊ അവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. പൈസ ചോദിച്ചിട്ടില്ലെങ്കിൽ ചേച്ചിനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട്, ചേച്ചിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അനന്തപുരിന്ന് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവന്റെ തന്ത്രങ്ങളാ. അതിനൊരു കാരണവശാലും ചേച്ചി വഴിയും കൊടുക്കരുത്. ഇനി അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ ചേച്ചി മറുപടി കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോ. ചേച്ചിക്ക് ഒന്നും സംഭവിക്കാന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യും, ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല.
അവനെ എൻ്റെ കൈ കിട്ടിയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ ശരിയാക്കും, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ വന്നപ്പോൾ നവ്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജലജ ഒന്ന് രണ്ട് വട്ടം നവ്യനെ വിളിച്ചിട്ട് നവ്യ മൈൻഡ് ചെയ്തില്ല. നവ്യ നിർമ്മലിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. ജലജയ്ക്ക് ദേഷ്യം വന്നു. ജലജ ഇങ്ങോട്ട് വന്നിട്ട് നീ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഏതവനെ ഓർത്തോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് നവ്യക്ക് ബോധം ഉണ്ടാകുന്നത്. എന്താ എന്താ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എത്ര സമയം നിന്നെ വിളിച്ചോണ്ടിരിക്കണേ, നീ എന്നെ നിന്റെ ചെവി എന്നെ കേട്ടില്ലെന്ന് ചോദിക്കണം. ഓ, നിങ്ങളിപ്പോൾ വിളിച്ച കാര്യം എന്താന്ന് പറ, എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ല അവനെന്തേ, അബി എന്തേ, അബിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയും. അബിയോ, എനിക്കറിയില്ല, നിങ്ങൾ പോയി അന്വേഷിക്കാൻ. നിനക്കറിയത്തില്ലേ, നിന്റെ ഭർത്താവല്ലേ അവന്, അവനോട് പോയി നിനക്കറിയാൻ മേലേ. പിന്നെ ഭർത്താവെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും സാരിത്തുമ്പ് കെട്ടിയിടണമെന്ന് നടക്കുമല്ലേ. ഇത് കേട്ടോ ജലജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ജലജ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ, ദേ നാക്കിന് എല്ലില്ലെന്നും കരുതി എന്തും വിളിച്ചു പറയാനാവരുത് കേട്ടോ. ഇപ്പൊ വന്ന് നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. ഇവിടെ അച്ഛൻ്റെ എല്ലാവരുടെയും കരുണ രണ്ടാമത് നീ വീട്ടിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. നിനക്ക് ആ ബോധം പോലും ഇല്ലോന്ന് പറയാം. പിന്നെ ആ ബോധം ഉണ്ടായാൽ നിങ്ങളുടെ മോൻ നല്ല കാര്യമല്ലേ ചെയ്തേക്കുന്നേ. നിങ്ങളുടെ മോൻ ചെയ്തത്രം തെറ്റും കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ മോൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മോൻ ഇവിടുന്ന് അടിച്ച് ഇറക്കണം, അതോടൊപ്പം നിങ്ങളെ. ഇത് കേട്ടത് നവ്യനെ അടിക്കാനായിട്ട് ജലജ കൊണ്ട് കൈ പൊക്കുവാണ്. നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് അബി എവിടുന്നോ പറന്നു വന്ന് ജലജയുടെ കൈ കയറി പിടിക്കണം. അമ്മ എന്താ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട്, എവിടെ പിട്ടുറ, ഇന്ന് ഇവിടെ ഞാൻ ശരിയാക്കിയിട്ടുള്ളെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജലജനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ജലജയ്ക്ക് കൊണ്ട് കലി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അബി എന്നിട്ട് വെച്ച്, അമ്മ എന്ത് പരിപാടി കാണിക്കാൻ പോന്നേ. പിന്നെ അവൾ എന്നോട് തർക്കുത്തരം പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അവൾ അതെല്ലാം കേട്ടോണ്ടിരിക്കണമെന്ന് ചോദിക്കുക. അമ്മ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ അറിയാലോ, അവളുടെ ഒപ്പം നിൽക്കാൻ ആൾക്കാർ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, അവിടെ അടക്കാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാണ്. അല്ല നീ എന്താ കണ്ടുവെച്ചേ, അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ജലജയ്ക്ക് മനസ്സിലായി അബി എന്തോ കുരുട്ടുതന്ത്രമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അവൻ്റെ തലയ്ക്ക് നട്ടപ്പുറമുള്ള പണിയാണെന്നും പറയാൻ പറ്റില്ല. ഈ സമയത്ത് നന്ദു പുറത്തേക്ക് പോകുന്ന സമയത്താണ് അനി വിളിക്കുന്നത്. അനി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് പറയാം. എന്താ കാര്യം, നീ വാ, നീ ആ കോഫി ഷോപ്പിലേക്ക് എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ നന്ദു എന്ത് ചെയ്യണം, നേരെ കോഫി ഷോപ്പിലേക്ക് ഇല്ലുവാണ്. അവിടെ ചെന്നപ്പോൾ അനി ഉണ്ടായിരുന്നു. പനി കണ്ടപ്പോൾ നന്ദു ചോദിച്ചു, എന്താ എന്നോട് പറയാനുള്ളത്, എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറയണം. പനി പറഞ്ഞു, നന്ദു നിനക്കറിയായിരിക്കും നിന്നെ എന്തിനാ ഞാൻ വിളിച്ചതെന്നുള്ളത്, ഇനി ഞാൻ കൂടുതൽ അത് പറയണമെന്ന് ചോദിക്കുക. എന്താ അനി, എനിക്കറിയില്ല, എന്തിനാ വിളിച്ചതെന്ന് പറ. ഇനിയും ഞാൻ പറയണം, അനാമികയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച കാര്യം നിനക്കറിയാലോ. എനിക്കിഷ്ടമില്ല ഇപ്പം അനാമിയെ വിവാഹം കഴിക്കാനായിട്ട്. എങ്ങനെയായാലും വിവാഹം നിനക്കൊന്ന് മുടക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നന്ദു ചോദിച്ചു, നീ എന്തൊക്കെയാണ് നീ പറയണേന്ന് ചോദിക്കുകയാണ്. ഞാൻ സത്യമാണ് പറഞ്ഞേ, എനിക്ക് അവളെ കല്യാണം കഴിക്കാനല്ല ഇഷ്ടം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഇത് കേട്ട നന്ദുവിലൊരു ഞെട്ടലുണ്ടായി. നന്ദു കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം, എന്നാലും അനി ഇത് പറഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് നന്ദു പറഞ്ഞു, അനി ഇങ്ങനെയും ചിന്തിക്കരുതെന്ന് പറയാം. അനി പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് അനാമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അനാമയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും ശാശ്വതമാവെന്ന് തോന്നില്ല. എനിക്ക് അവളുമായിട്ടുള്ള കല്യാണം കുറച്ച് നാൾ നീട്ടിവെക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് അവളെ എങ്ങനെയാലും ഒഴിവാക്കാൻ പറ്റും. ആ ഗ്യാപ്പിൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാമല്ലോ. എങ്ങനെയായാലും നീ ഒന്നിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദു ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതൊക്കെ ഓർത്തിട്ട് നന്ദുവിൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. അപ്പം അനിയൊക്കെ പറയുന്നത് അനിയനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും പറ്റില്ല. ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അമ്മയ്ക്കും അച്ഛനും ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ വല്ലാത്ത ടെൻഷനാണ്. 2 ചേച്ചിമാർ ആ വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ തന്നെയും കൂടെ ആ വീട്ടിലേക്ക് ഒരു കാരണവശാലും കയറ്റി വിടാനായിട്ട് അമ്മയും അച്ഛനും സമ്മതിക്കുവരാ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അമ്മ എന്തെങ്കിലും കടുങ്കയും കൂടെ ചെയ്യും. പെട്ടെന്ന് നന്ദു പറഞ്ഞു, വേണ്ട നീ അനാമികയായിട്ടുള്ള വിവാഹം തന്നെ നടക്കട്ടെ. ഞാൻ ഒരിക്കലും എനിക്ക് ചേരുന്നതല്ല. നമ്മുടെ രണ്ടൊരു വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. എൻ്റെ ചേച്ചിമാരുടെ ജീവിതം ദുരിതത്തിലാണെന്ന് പറയാം. അനി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു, എനിക്ക് ഒരു കാരണവശാലും അനാമയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. നീ എന്നെ എങ്ങനെയല്ലേ സഹായിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും എല്ലായിടും തുറന്നു പറയാൻ പോവാന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദുവിൽ ഒരു ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണം നടത്തില്ല നന്ദു ഇരിക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.